നമസ്കാരം. കേരളത്തിൽ ഒരുപാട് വീടുകളിൽ നിന്നും പൂജാമുറികൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പൂജാമുറി ചുരുങ്ങി ഒരു ഷെൽഫായി വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുന്ന ഒരു രീതിയിലേക്ക് നീങ്ങി പോയിക്കൊണ്ടിരിക്കുക. നാം തിരിച്ചു വരണം. എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, നാം എന്താണോ കാണുന്നത്, നമ്മുടെ നോട്ടത്തിലാണ്, നമ്മുടെ ദൃഷ്ടിയിലാണ് ഇതെല്ലാം നിലനിന്ന് പോരുന്നത്. ഒന്ന് നോക്കിക്കോളൂ. അച്ഛനെ കാണുകയാണ് ഒരു മകൻ. ആ മകൻ്റെ ഉള്ളിൽ പിതൃഭക്തി എങ്ങനെ അച്ഛനെ നോക്കിക്കാണുന്നു എന്നതിലാണ്. ഒരു അമ്മയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. മറ്റുള്ളവരുടെ അടുത്ത് ഇടപഴകുന്നത്, ഒരു സഹോദരിയെ എങ്ങനെ നോക്കിക്കാണുന്നു. അപ്പോൾ ലോക്യത്തെ അനുഭൂയത്തെ ലോകഹ, എങ്ങനെയാണോ നാം നോക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതം. ഒരു കുട്ടി എഴുന്നേറ്റ് നോക്കുകയാണ് ഒരു വീട്ടിൽ, ഒരു മൂലയ്ക്ക് അമ്മ എന്തോ വിളക്ക് കത്തിച്ച് വെക്കുകയാണ്. കുട്ടിയുടെ ചിന്ത എന്താണ്? ഒരു പ്രകാശത്തിന് വേണ്ടി എന്തോ കത്തിച്ച് വെക്കുകയാണ്, ഇല്ലെങ്കിൽ കൃമികീടങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് എന്തോ സംഭവമാണ് എന്നിങ്ങനെ ചിന്തയിലേക്ക് നീങ്ങുകയാണ്. കാരണം ചുരുങ്ങിപ്പോയി. അഗ്നിഹോത്രത്തിൻ്റെ വളരെ ഒരു ചെറിയ രൂപമാണ് വിളക്ക് കത്തിക്കുന്നത്. വളരെ ചെറുതാണ്, ഡൈല്യൂട്ടായി ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനി ഒന്നും ചെയ്യാനില്ല. ആ വിളക്ക് കത്തിക്കുന്നത് പോലും ഭവ്യതയില്ലാതെ അതിനെ ഒരു അവഗണിച്ച് അലക്ഷ്യത്തോടു കൂടി പൂജാമുറി എന്നുള്ള കോൺസെപ്റ്റിനെ ചുരുക്കി മനുഷ്യനിവിടെ കിടക്കാൻ പോലും സൗകര്യമില്ല പിന്നെയാണ് എന്നുള്ള കുറേ ചിന്തകൾ. ഇവിടെ ഉദ്ദേശിച്ചത് സൗകര്യമുള്ള വീടുകളിൽ പൂജാമുറിക്കായിട്ട് ഒരു സ്ഥലം മാറ്റിവെക്കുക എന്നുള്ള ഒരു തോന്നലാണ്. അല്ലാതെ 1 സെൻറ്റ് ഭൂമി ഉള്ള ഒരുത്തന് അവൻ്റെ വീട്ടിൽ ഒരു വലിയ മുറിയിൽ പൂജ വെക്കണം എന്ന് ആരും ചിന്തിക്കാറില്ല. ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കുക. കാരണം ഒരു സെൻസോട് കൂടി വേണം ഇതെല്ലാം മനസ്സിലാക്കുവാനായിട്ട്. അങ്ങനെ പൂജാമുറിയിലെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി കാണുമ്പോഴെല്ലാം തന്നെ കുട്ടിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുതന്നെ ഒരു ക്ഷേത്രമായി ഭഗവാനെ അപ്പോഴപ്പോൾ കാണുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു കുട്ടി അതിനെ ശ്രദ്ധിക്കുകയാണ്. നാമജപം അമ്മ അച്ഛൻ അവിടെ ഇരുന്ന് ജപിക്കുകയാണ്. ഇത് കാണുന്ന കുട്ടിയുടെ ഉള്ളിൽ മനസ്സിൽ രൂപാന്തരപ്പെടുന്ന ചിന്തകൾ അത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മളെല്ലാം MS ഒക്കെ പഠിച്ചു, MSc പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രാമനുണ്ടോ കൃഷ്ണനുണ്ടോ അന്വേഷിച്ച് പോകുന്ന തിരക്കിനിടയ്ക്ക് കുട്ടി വഴിതെറ്റി കഴിഞ്ഞു. ദയവ് ചെയ്ത് ഏവരും മനസ്സിലാക്കുക. സാധിക്കുന്നവരെല്ലാം തന്നെ പൂജാമുറി കുറച്ച് വിപുലീകരിച്ച് റെസ്പെക്റ്റോടു കൂടി, മനസ്സിൽ ആ റെസ്പെക്റ്റ് തെളിയണം. ആറ്റിറ്റ്യൂഡ്, നല്ല ആറ്റിറ്റ്യൂഡോട് കൂടി. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തി ശ്രദ്ധാപുരസരം നിത്യം നാമം ജപിച്ച് മുന്നോട്ട് പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദോഷവും വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂജാമുറികൾ എവിടെ വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ ചിന്തിക്കാം. നമസ്കാരം.